ശത്രുക്കൾ ഈശോയോട് പറഞ്ഞു, നീ മറ്റുള്ളവരെ രക്ഷിച്ചു, ഇപ്പോൾ നിന്നെ തന്നെ രക്ഷിക്കുക. അവർ പോലും അറിയാതെ പറയുന്നത് ഈശോ രക്ഷകനാണെന്നാണ്. എന്നാൽ അവരുടെ സങ്കല്പത്തിലുള്ള രക്ഷകനെപ്പോലെ ആയിരുന്നില്ല ഈശോ. കുരിശിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറയുന്നത് അവരുടെ അജ്ഞത കൊണ്ടാണ്. വിശുദ്ധ ക്രിസോസ്തം പറയുന്നത് പോലെ അവൻ കുരിശിൽ നിന്നും ഇറങ്ങി വന്നാൽ അവൻ ദൈവപുത്രനായിരിക്കില്ല. കാരണം വാഗ്ദാനം ചെയ്യപ്പെട്ട ദൈവപുത്രൻ ക്രൂശിക്കപ്പെടാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനാണ്. ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ടത് സഹനങ്ങളിൽ നിന്നും രക്ഷപ്പെടാനല്ല, പിന്നെയോ ദൈവമേ, എൻ്റെ സഹനങ്ങൾ രക്ഷാകരമാക്കണമേ എന്നാണ്. എൻ്റെ ഹിതമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഗെത്സമനയിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ അമ്മ മറ്റൊരിടത്ത് മംഗളവാർത്തയിലെ വാക്കുകൾ ആവർത്തിക്കുന്നുണ്ടാകും. നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദൈവം അങ്ങനെ ഹിതപ്പെടുകയാണെങ്കിൽ എൻ്റെ മകൻ ബലിയായി കൊല്ലപ്പെടട്ടെ എന്നാണ് ആ അമ്മ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അവൾ രക്ഷാകര കർമ്മത്തിൽ സഹകാരിണിയായി, എല്ലാ രക്തസാക്ഷികളുടെയും മാതാവായി, കഷ്ടതകൾ സഹിച്ച് ജീവിക്കുന്നവരുടെ വിശ്വസ്തയായ പങ്കാളിയായി, എൻ്റെയും നിൻ്റെയും അമ്മയായി. നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ, നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ.